എന്റെ മാത്രം കാർത്യായനി. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഗിരിയേട്ടനെ ഇഷ്ടമാണ്, അയാളെ ഞാൻ കല്യാണം കഴിക്കൂ. തന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നവർക്ക് മുമ്പിൽ നിന്ന് കാർത്യായനി പറഞ്ഞ ആ വാക്കിൽ മുല്ലക്കൽ തറവാട് തന്നെ സ്തംഭിച്ചു പോയിരുന്നു. അവളെ പെണ്ണ് കാണാൻ വന്നവർ ചായ പോലും കുടിക്കാതെ മുഖം കറുപ്പിച്ച് പടിയിറങ്ങുമ്പോൾ അവളുടെ അച്ഛൻ ദിവാകരൻ തളർന്ന ആ പടിവാതിൽക്കൽ തന്നെ ഇരുന്നു പോയി. അയാളുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വിറയിലോടെ നിലത്ത് വീണുടയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പലരും അയാളെ നിസ്സഹായതയോടെ നോക്കി. കാർത്യായനി, 26 വയസ്സ്, പീച്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപിക. പക്വതയുള്ളവരെന്ന് നാട്ടുകാർ പറയുമെങ്കിലും അഹങ്കാരി എന്ന് വീട്ടുകാർ പറയും. നീ എന്റെ സമാധാനം കളയാൻ വേണ്ടി ജനിച്ചതാണല്ലോടി, എന്തിനാ ഇങ്ങനെ എന്നെ നാണം കെടുത്തുന്നത്? പടിക്കൽ തന്നെ ഇരുന്ന അച്ഛന്റെ ശബ്ദത്തെ പാടെ അവഗണിച്ച് കാർത്യായനി മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും പിന്നാലെ വന്ന അവളുടെ അമ്മ സീത അവളെ പിടിച്ചു തിരിച്ചു. എന്തേടി, നിനക്ക് മറുപടിയില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? ഇതിന് മാത്രം ഞങ്ങളെ നാണം കെടുത്താൻ ഞങ്ങൾ എന്ത് തെറ്റാ അതിനോട് ചെയ്തെന്ന്? അച്ഛന്റെ അതേ ചോദ്യത്തെ അമ്മയെ ഏറ്റുപിടിക്കുമ്പോൾ കാർത്യായനിക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. അമ്മേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എനിക്ക് ഗിരിയേട്ടനെ ഇഷ്ടമാണെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും നിർബന്ധിച്ച് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയിട്ടെന്തിനാ ഇങ്ങനെ ചോദ്യനോട് ചോദിക്കുന്നത്? അവളുടെ ആ മറുപടിക്ക് സീതയുടെ വായടഞ്ഞു പോയി. എങ്കിലും അത് കേട്ടിരുന്ന അവളുടെ ഏട്ടൻ കാർത്തികിന്റെ നിയന്ത്രണം വിട്ടു. അച്ഛനരികിൽ തളർന്നിരുന്ന അവൻ അവൾക്ക് നേരെ ചാടി വീണ് കയ്യോങ്ങിയതും സീത അവനെ തടഞ്ഞു. കുട്ടിക്കാലത്ത് തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗിരിയെ പെങ്ങളുടെ പേരും പറഞ്ഞ് തല്ലാൻ ചെന്ന് തിരിച്ച് തല്ലുവാങ്ങിയ ആ പഴയ നീറ്റിൽ ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. അവൻ അവൾക്ക് നേരെ അലറിയതും അമ്മനെ പിന്നോട്ട് വലിച്ചു. വേണ്ട മോനെ, ഇവളെ തല്ലിയിട്ടൊന്നും കാര്യമില്ല. ജോലിയുള്ളവളല്ലേ അവള്, പിന്നെ ആരെ അനുസരിക്കണം? അമ്മയുടെ ഗദ്ഗതം നിറഞ്ഞ വാക്കുകൾക്ക് കാർത്തിക് അമ്മയുടെ കൈ കുടഞ്ഞെറിഞ്ഞ അച്ഛനെ നോക്കി. അച്ഛാ, ഇനി ഇവളെങ്ങനെ വിട്ടാ പറ്റില്ല, ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ വേണം. അവന്റെ വാക്കുകൾക്ക് അച്ഛൻ മറുപടി പറയും മുന്നേ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന മട്ടിൽ അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ പല്ലിയടിച്ചാണ് കാർത്തി അവളെ നോക്കി നിന്ന്. അസ്തമയ സൂര്യൻ ആൽമരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ മറഞ്ഞു തുടങ്ങിയിരുന്നു. ഓട്ടം കഴിഞ്ഞു വന്ന് തളർന്നിരിക്കുന്ന ഗിരി ആൾത്തറയിൽ തനിച്ചായിരുന്നു. പഠിക്കാൻ അത്യാവശ്യം മിടുക്കനായിരുന്നു ഗിരി. ഡിഗ്രി വരെ പഠിച്ചിട്ടുമുണ്ട്. പിന്നീട് കുറെ PSC ടെസ്റ്റ് എഴുതി. പക്ഷെ ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ കണ്ടക്ടർ പണിക്ക് ഇറങ്ങിയതാണ്. ഇന്നും ആ പണി തുടരുന്നുവെങ്കിലും അവനതിൽ കുറച്ചിലുമില്ലായിരുന്നു. ഗിരിയെ പറ്റി പറയുകയാണെങ്കിൽ അവന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പീച്ചിക്കോട് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഇപ്പൊ റിട്ടയർഡായി വീട്ടിലിരിക്കുന്നു. അച്ഛൻ വാസു, അവന് 10 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. ഗിരിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ചൂടനാണ്, അത്യാവശ്യം തള്ളിപ്പൊളിയും. ഫോണിൽ നോക്കി തോണ്ടിയിരുന്ന ഗിരിക്കടുത്തേക്ക് കൂട്ടുകാരൻ സുമേഷ് കിതച്ചുകൊണ്ട് ഓടി വരുമ്പോൾ പരിഭ്രമത്തോടെ ഗിരി അവനെ നോക്കി. എന്താടാ പതിവില്ലാത്തൊരു വെപ്രാളം നിനക്ക്? സംശയബാധിൽ ഗിരി ചോദിച്ചു. ആ ഗിരി, ഞാനിങ്ങോട്ട് വന്ന പറഞ്ഞ നമ്മുടെ കാർത്തില്ലേടാ, കാർത്തിയേനി, അവളെ കാണാമെന്ന ആലോചന അവൾ കൊളാക്കിന്ന്. ആ പയ്യന്റെ വീട്ടുകാരുടെയും മുമ്പിൽ വെച്ച് അവള് പച്ചക്ക് പറഞ്ഞു എന്ന്, ആൾക്ക് നിന്നെ മതിയെന്ന്. സുമേഷ് അത് പറഞ്ഞതിന് മുന്നേ ഗിരിയുടെ കൈവിരലുകൾ കയ്യിലെ ഫോണിൽ മുറുകി. അവൾക്ക് വട്ടാണോ? എന്റെ പേര് പറഞ്ഞ് കല്യാണം മുടക്കാൻ അവൾക്കാർ അധികാരം കൊടുത്ത്? എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ? സുമേഷ് എന്തോ കൂടി പറയാമെന്നോ ഗിരി ആഞ്ഞു എഴുന്നേറ്റു. അതിന് എനിക്ക് അവളോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവളങ്ങനെ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മയോട് അവളുടെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ആങ്ങള എന്ന് പറയുന്ന അയാൾ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നിട്ട് അയാളുടെ മോൾക്ക് എന്നോട് പ്രണയം. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ കൂടി നാണകെടുത്ത ഓരോ വയ്യാവേലികള്. ഗിരിയുടെ പല്ലേരിഞ്ഞു. അവളെനിക്കൊന്ന് കാണണം. തോളിലെ തോർത്തുനിന്ന് കുടഞ്ഞിട്ട് അവൻ ബൈക്കിന്റെ ചാവി എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ സുമേഷ് അവനൊപ്പം ഓടി. നീ എങ്ങോട്ടാണ് ഈ പോകുന്നേ? നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. എന്തേ? നീ കയറാ. ഗിരി ബൈക്കിലേക്ക് കയറി അലറിയതും സുമേഷ് കൂടുതലും ചോദിക്കാതെ ആ ബൈക്കിന് പിന്നിലേക്ക് കയറി. ആ പഴയ ബൈക്ക് പുകതുപ്പിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ സുമേഷിന് അറിയാമായിരുന്നു അത് മുല്ലക്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ദിവാകരനും കാർത്തിക് എങ്ങോട്ടേക്കോ പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗിരിയുടെ ബൈക്ക് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ മുറ്റത്തേക്ക് പാഞ്ഞു കയറിയത്. ബ്രേക്കിയുടെ ശബ്ദം കേട്ടകത്തുനിന്ന് സീതയും കാർത്തികും പുറത്തേക്ക് ഓടി വന്നു. ഗിരിയെ കണ്ടതും അരിശത്തിൽ കാർത്തിക് മുന്നോട്ട് ആഞ്ഞു. ഡാ, എന്ത് ധൈര്യത്തിലാടാ എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ വീണ്ടും കൊണ്ടുവന്ന്? അവന്റെ ചോദ്യത്തിന് ഗിരി അവനെ പുച്ഛത്തോടെ നോക്കി ആ ബൈക്കിൽ നിന്നിറങ്ങി തന്നെ തോർത്തും ശരിയാക്കി തോളിലിട്ട് അവന് മുന്നിലേക്ക് കുറച്ചുകൂടി അടുത്തു നിന്നു. ആ കാർത്തികേ, നിന്റെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല എഴുതിയ നീ. കല്യാണം മുടങ്ങിയതിന് നീ ഇവിടുന്ന് കുരക്കാതെ ആ പെണ്ണിനെ കൊണ്ട് വിളിക്കുക. അവന്റെ അമർഷം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടായിരുന്നു കാർത്തി അവന് മുമ്പിലേക്ക് നടന്നു. എന്തോ ആ വേദനകൾക്കിടയിലും അവനെ കാണുമ്പോൾ തന്റെ കണ്ണുകളിൽ തെളിയുന്ന പ്രണയത്തിളക്കം അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്താ ഗിരിയേട്ടാ, എന്തിനോട് ചോദിക്കാനുള്ളത്? തനിക്ക് മുന്നിലെത്തിയുള്ള അവളുടെ ചോദ്യത്തിന് ഗിരി അവളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. നീ എന്താടി ആ വന്നവന്മാരോടൊക്കെ പറഞ്ഞ് ഗിരിയേട്ട മതിയെന്ന്? അങ്ങനെ പറയാൻ നിന്നെ എന്തെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരു വാക്കുകൾ നിനക്കാൻ തന്നിട്ടുണ്ടോ? അവന്റെ ചോദ്യത്തിന് കാർത്തുവിന്റെ മുഖം താന്നു. എങ്കിലും അവളുടെ സ്വരയിടറിയില്ല. ഇല്ല, നിങ്ങൾ എന്നെ പ്രേമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ അനുവാദം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ ആ ഉറച്ച വാക്കിൽ കലിമൂത്ത കാർത്തിക് അവൾക്ക് നേരെ കൈയോങ്ങിയെടുത്തു. ഗിരി അവന്റെ കയ്യിൽ ബലമായി പിടിച്ചു. കാർത്തിക് സംശയത്തോടെ അവനെ നോക്കി. ഈ തല്ലൊക്കെ പണ്ട് ഇവൾക്ക് കൊടുക്കാതിരുന്നോണ്ടാ ഇവൾ ഇന്നിങ്ങനെ കിടന്ന് ചിലക്കുന്നത്. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്,
ഇങ്ങനെ എന്റെ മുമ്പിലിട്ട് അവളെ തല്ലാതെ എവിടെയെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിക്ക്. ഇപ്പോഴാണെങ്കിൽ ഈ വട്ട് കുറച്ചെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. അവന്റെ കൈ പിടിച്ചെറിഞ്ഞുകൊണ്ട് ഗിരി പറയുമ്പോൾ കാർത്തിയായനിയാണ് കടുപ്പിച്ച് നോക്കിയത്. ഗിരി അവളെ തന്നെ നോക്കി. അവന്റെ കണ്ണുകളിൽ എരിയുന്ന കനൽ അവൾക്ക് കാണാം. നിന്റെ ഈ പ്രേമുണ്ടല്ലോ അത് നിന്റെ വീട്ടിൽ മതി. എന്റെ അടുത്തേക്ക് എടുത്തോണ്ട് ഇനി മേൽ വരരുത്. വെറുപ്പ എനിക്ക് നിന്നോട് നിന്റെ ഈ കുടുംബത്തോടും. ആരൊന്നും മറന്നിട്ടുണ്ടാവില്ലല്ലോ. എന്റെ അച്ഛനോട് നിന്റെ തന്ത ഇത്തിരി കരുണ കാണിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛനൊന്നും ജീവനോടുണ്ടാവുമായിരുന്നു. ഇടറുന്ന സ്വരത്തിൽ അവൻ ആ വാക്കുകൾ തുപ്പിയത് ദിവാകരന് നേരെയായിരുന്നു. അയാൾ ആ നിമിഷം തല താഴ്ത്തിയത് ആ മക്കളും കണ്ടു നിന്നു. ഇനി നിന്നാൽ താൻ വേറെന്തെങ്കിലുമൊക്കെ കൂടി പറഞ്ഞു പോയിന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആ മുഖം വെട്ടിച്ച് തിരിഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോൾ കാർത്തിയായനിയുടെ ഉള്ളെന്ന് പിണഞ്ഞു. ഒരു ചൂട് അവൾ മുന്നോട്ട് വന്നു. ഗിരിയേട്ടാ, അച്ഛൻ ചെയ്ത് തെറ്റിന് നിങ്ങളെന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? അവളുടെ ആ ചോദ്യം കേട്ടിട്ടും അവൻ മറുപടി അറിയാതെ കൂടെ വന്ന് സുമേഷിനെയും കയറ്റി ബൈക്ക് മുന്നോട്ട് എടുക്കുമ്പോൾ വേദനയോടെ അവനെ നോക്കി നിന്നിരുന്നു അവൾ. നോക്കിക്കോ ഗിരിയേട്ടാ, ഈ കാർത്തിയായൻ നിങ്ങൾ വിടില്ല. ഇത് ചങ്കിൽ കൊണ്ട പ്രണയം തന്നെയാ. ഗിരി അത് കേട്ടിരുന്നുവെങ്കിലും കേൾക്കാത്ത ഭാഗത്തിൽ വണ്ടി ആഞ്ഞു പറപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് അമർത്തി തുടച്ച് അവൾ അകത്തേക്ക് നടക്കുമ്പോൾ വെറുപ്പോടെ തന്നെ നോക്കുന്ന കണ്ണുകൾ മാത്രമായിരുന്നു ആ വീട്ടിൽ അവൾ കണ്ടതല്ല. തീക്ഷ്ണമായ മനോഭാവത്തോടെ ഗിരി ബൈക്ക് ഓടിച്ച് വീട്ടിലെത്തി. മനസ്സപ്പോഴും മുല്ലക്കൽ തറവാട്ടിലെ ആ സംഭവങ്ങളുടെ പുകച്ചിൽ തന്നെയാണ്. ബൈക്ക് സ്റ്റാൻഡിലിട്ട് അവൻ വരാന്തയിലേക്ക് കയറിയപ്പോൾ അവിടെ ചാരുകസേരയിൽ ഗിരിയുടെ അമ്മ സരസ്വതി ഇരിപ്പുണ്ടായിരുന്നു. പീച്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിൽ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്സായ സരസ്വതിക്ക് ഗിരിയുടെ ഈ ചൂടൻ സ്വഭാവം നന്നായിട്ട് അറിയാം. ആ ഒരു മകനെ തന്നെ നോക്കി കണ്ണട അഴിച്ചു വെച്ചു. അവനറിയാം കാര്യങ്ങളെല്ലാം അമ്മയെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. ഇപ്പൊ തുടങ്ങും ഉപദേശം. എന്തൊക്കെ പറഞ്ഞാലും അവളിയുടെ ആങ്ങളിയുടെ മകളാണല്ലോ. ഗിരി തലവേദനയോടെ മുന്നോട്ട് നടന്നു. നീ എവിടെ പോയിട്ട് വരിക ഗിരി? സരസ്വതി അമ്മ അല്പം ഗൗരവത്തിൽ മുന്നോട്ട് നടന്ന് ചോദിച്ചു. നീ മുല്ലക്കൽ പോയിരുന്നോ? സരസ്വതിയുടെ അടുത്ത ചോദ്യം അവനെ തറപ്പിച്ച് നിർത്തി. ഗിരി തിരിഞ്ഞു നിന്നു. പോയി. എന്തിനാണെന്നല്ലേ? അവിടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി തന്നെയാ പോയത്. നാട്ടുകാരുടെ മുമ്പിൽ എന്റെ പേര് വലിച്ചെടുക്കാൻ അവൾക്കാർ അധികാരം കൊടുത്ത്. സരസ്വതി ഒരു ദീർഘശ്വാസം വിട്ടു. എടാ, അവിടെ ഒന്നാമതേ പ്രശ്നം, നീ കൂടി അവിടെ ചെന്ന് ബഹളം വെച്ച അവരെല്ലാം കൂടി ആ കുട്ടിയെ കൊല്ലില്ലേ? ഇതിന്റെ പേരിൽ അവിടെ വീട്ടുകാരെ അവളെ ഉപദ്രവിച്ചാ നിനക്ക് സമാധാനം കിട്ടുമോ? ഗിരിയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. അവൾക്ക് കിട്ടുന്നൊക്കെ അവൾ ചോദിച്ചു വാങ്ങുന്ന അത് അവൾ അനുഭവിക്കട്ടെ. അതോർത്ത് അമ്മയുടെ ഇരുന്ന് പ്രഷർ കൂട്ടണ്ട. അവൾ ആരുടെ മോളാന്ന് അമ്മ മറക്കരുത്. ആ ദിവാകരന്റെ മോള്, എന്റെ അച്ഛനെ കൊന്നവന്റെ മകള്. അവന്റെ ആ വാക്കുകൾ സരസ്വതിയുടെ മുഖം മങ്ങി. ആ പഴയ മുറിവ് ഗിരി വീണ്ടും കുത്തിക്കുറിക്കുമ്പോൾ അമ്മയ്ക്ക് അവനോടൊന്നും മറുത്തു പറയാൻ കഴിഞ്ഞില്ല. അമ്മേ, എനിക്ക് 10 വയസ്സുള്ള രാത്രി അതെനിക്ക് മറക്കാൻ പറ്റുമോ അമ്മേ? ഗിരിയുടെ ശബ്ദമിളറി. അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോ അമ്മ ആദ്യം ഓടിയത് ആങ്ങൾക്കടുത്തേക്കായിരുന്നു. എന്നിട്ട് അയാൾ കഥ പോലും തുറന്നു. ഓനെ അവരെന്തോ പറയാൻ ശ്രമിച്ചിട്ടും അവനത് കേൾക്കാൻ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവരൊന്നും മിണ്ടിയതുമില്ല. അച്ഛനും അമ്മയും സ്നേഹിച്ച് ഒളിച്ചോടി കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കി. അതവര് നിങ്ങൾ കണ്ടുപിടിച്ച തെറ്റായിരിക്കാം. പക്ഷെ മനുഷ്യത്വമൊന്നുമില്ലേ? ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോഴും വാശി മുറുകെ പിടിച്ച അയാളൊക്കെ മനുഷ്യനാണോ? അന്ന് ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകില്ലായിരുന്നെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നു എന്ന്. അന്ന് സഹായിക്കാത്ത ആ പടിവാതിൽക്കൽ ചെന്ന് ഇന്ന് ഞാൻ പെണ്ണിയോദിക്കണം എന്ന് അമ്മയ്ക്കുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം വാങ്ങിയേക്ക്. നടക്കില്ല. ഗിരി കിതച്ചുകൊണ്ട് ചുമലിൽ ചാരി നിന്നു. സരസ്വതി പതുക്കെ അവനരിയിലേക്ക് നടന്നു. മോനെ, ദിവാകരൻ ചെയ്ത തെറ്റിന് കാർത്തിവിന് എന്തിനാണ് നീ കുറ്റപ്പെടുത്തുന്നത്? അവളന്ന് കുട്ടിയായിരുന്നു. അവളൊരു പാവാടാ. ഞാൻ സ്കൂളിലുള്ളപ്പോ അവൾ എന്നോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹം അവിടെ വീട്ടിൽ വെച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടാ വരുന്നത്. ഇനി അമ്മയ്ക്ക് അവളോട് സഹിക്കാൻ പറ്റാത്ത സ്നേഹമാണെങ്കിൽ ആ സ്കൂളിൽ പോയി കാണിക്ക്. അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ നോക്കരുത്. അമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തി അവർ അകത്തേക്ക് നടന്നു പോകുമ്പോൾ സരസ്വതി ടീച്ചർ ശൂന്യതയിലേക്ക് നോക്കി നിന്നു. ഒരു വശത്ത് കാർത്തു, മറുവശത്ത് അച്ഛന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് പകയോടെ വളർന്ന മകൻ. രണ്ടിനുമിടയിൽ അമ്മയുടെ മനസ്സ് പിടയുകയായിരുന്നു. ഗിരി അകത്തേക്ക് പോയതും സരസ്വതി ടീച്ചർ വരാന്തയിലെ കസേരയിലേക്ക് തന്നെ വന്നിരുന്നു. മനസ്സിൽ കാർത്തുവിന്റെ ആ പഴയ മുഖമായിരുന്നു കടന്നു വന്നത്. താനും അവളൊരു സ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വർഷമാണ് താൻ റിട്ടയർഡ് ആയത്. അന്ന് വരെയും തനിക്കൊരു കൂട്ടായിരുന്നു അവൾ. പൊതുവെ ഗൗരവക്കാരിയായ തന്റെ അരികിൽ വന്ന് തമാശ പറഞ്ഞ് തന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ പെണ്ണിനെ തന്റെ ഗിരിയുടെ ജീവിതത്തിലേക്ക് കൂട്ടിയിരുന്നെങ്കിലെന്ന് പലപ്പോഴും അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ദിവാകരൻ അവനും വാശിക്കാരനാണ്. അതിലും വാശിയാണ് ഗിരിക്കും. അവർക്ക് രണ്ടാൾക്കും നടുവിൽ ആ പാവം പെണ്ണും. അന്ന് രാത്രി മുല്ലക്കൽ തറവാട്ടിൽ മരണവീടിന് സമാനമായ നിശബ്ദതയായിരുന്നു തളം കിട്ടിയത്. കാർത്തുമുറിക്കുള്ളിൽ തനിച്ചായിരുന്നു. അവളുടെ കവളിൽ കാർത്തികിന്റെ കൈപ്പത്തി പതിഞ്ഞ പാട് ചുവന്ന് തടിച്ചിട്ടുണ്ടായിരുന്നു. ഗിരി തടഞ്ഞുകൊണ്ട് മാത്രം പിന്നെ അടികൊണ്ടില്ല. എങ്കിലും ഗിരിയേട്ടൻ എന്താ ഇങ്ങനെ? അച്ഛൻ ചെയ്ത തെറ്റിന് താൻ എന്ത് പിഴച്ചു? അവൾ ജനാലക്കൽ പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ചോദിച്ചു. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ കാർത്തുവിനെ കാർത്തിക് തടഞ്ഞു. നീ എങ്ങോട്ടാ? ഇനി ആ സ്കൂളിൽ നീ പണിക്ക് വേണ്ട. നിന്നെ കെട്ടിച്ചിടുന്നവരെ നീ വീടിന് പുറത്തിറങ്ങില്ല. അവന്റെ വാക്കുകൾ കാർത്തു ഭയന്നില്ല. അവൾ തന്റെ ബാഗ് തോളിലിട്ടു. ഏട്ടാ, എനിക്ക് 26 വയസ്സായി. സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്.
എന്റെ ജീവിതം എങ്ങനെ വേണം തീരുമാനിക്കാൻ എനിക്കറിയാം. തന്നെ തടഞ്ഞ അവന്റെ കൈകളെ തട്ടിമാറ്റി അവൾ പടിയിറങ്ങി നടക്കുമ്പോൾ അച്ഛൻ ദിവാകരൻ പല്ലിയരിച്ച് ഉമ്മറത്തേനെ ഇരിപ്പുണ്ടായിരുന്നു. കൈ താന്നു പോകുമ്പോൾ സീത അവൾക്ക് അടുത്തേക്ക് നടന്നു. മോളെ, സംഗീതയും ഗിരിയും ഒരേപോലെയാണോ? സംഗീതയ്ക്ക് കാർത്തിയെ ഇഷ്ടം, പക്ഷെ ഗിരിക്കോ? സീതയുടെ ചോദ്യത്തിൽ ഗൗരവം ഏറെയായിരുന്നു. ഇഷ്ടപ്പെടും, ഒരു ദിവസം ഗിരിയേട്ട് എന്നെ. അതുവരെ ഞാൻ ആളുടെ പുറകെ നടക്കും, ആരെതിർത്താലും. ആളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. കാർത്തി അവളെ നോക്കി പല്ലടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അവനും അറിയണമെന്ന് അവൾ അകത്തേക്ക് പോയതും ചാടിത്തുള്ളി അവനും ബൈക്കെടുത്ത് എങ്ങോട്ടേക്കോ പോയി കളഞ്ഞിരുന്നു. ആ ദിവസം എങ്ങനെയൊക്കെയോ അവൾ തള്ളി നീക്കിയെന്ന് വേണം പറയാൻ. അടുത്ത ദിവസം അവൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ആരും അവളെ തടയാൻ നിന്നില്ല. ടൗൺ സ്റ്റാൻഡിൽ നിന്നാണ് അവൾ പതിവായി ബസ് കയറാറുള്ളത്. അന്ന് അവൻ ബസ്സിനകത്ത് നിൽക്കുമ്പോൾ ആദ്യം വന്ന് ഗിരി ഓടിയുന്ന ശ്രീലക്ഷ്മി ബസ് തന്നെയായിരുന്നു. ഗിരി ഉണ്ടായിരുന്നു അതില്. അവനെ കണ്ടത് അവളുടെ മുഖം വിടർന്നു. ബസ് വന്നിന്നും അവൾ മുന്നിലെ ഡോറിലൂടെ തന്നെ അകത്തേക്ക് കയറി. ബസ്സിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ ഡോറിനടുത്തുള്ള സീറ്റിനരികിലെ കമ്പിയിൽ പിടിച്ചു നിന്നു. ഇടക്കൂടി ഗിരി കണ്ടക്ടർ ബാഗും തോളിൽ ടിക്കറ്റ് കൊടുക്കുന്ന അവൾ ശ്രദ്ധിച്ചിരുന്നു. പിന്നിൽ നിന്നും ടിക്കറ്റ് കൊടുത്ത് അവൻ തനിക്കടുത്തെത്തുമ്പോൾ വല്ലാത്തൊരു ഗൗരവത്തോടെയാണ് നിന്നത്. ഒരു PC കോഡ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കാതെ മെഷീനിൽ മാത്രം ശ്രദ്ധിച്ചാണ് ടിക്കറ്റ് അവൾക്ക് നീട്ടിയത്. കാർത്തു അവനെ തന്നെ നോക്കി പണമെടുക്കാൻ ബാഗിൽ കൈയിട്ടതും പെട്ടെന്ന് ബസ് ഒരു വലിയ കുഴിയിലേക്ക് വീണ് ബാലൻസ് തെറ്റി അവൾ നേരെ വീണ് ഗിരിയുടെ നെഞ്ചിലേക്കും.
ബസ്സിലെ തിരക്കിനിടയിൽ ആരും അത് കാര്യമാക്കിയില്ലെങ്കിലും ഗിരിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയത് അവൻ അറിഞ്ഞു. ആളുടെ മുടിയിലെ പിച്ചകപ്പൂവിന്റെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആ ഒരു നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചു പോയിരുന്നു. കാർത്തു തലയുയർത്തി നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പഴയ ആ പകയല്ല, മറിച്ച് ഒരുതരം നിസ്സഹായതയാണ് അവൾ കണ്ടത്. സോറി, കാർത്തിയാനി പതിയെ പറഞ്ഞു. അതിന്റെ മറുപടി എന്നോണം അവളെ പിടിച്ച് തള്ളുകയാണ് അവൻ ചെയ്ത്. നോക്കി നിക്കടി വട്ടുകേസേ. അവന്റെ മറുപടിക്കൾ അവന്റെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചു. അവളെ കടുപ്പിച്ച് നോക്കി മുന്നോട്ട് പോകണമെന്നുണ്ട് അവന്. പക്ഷേ ബസ്സിലെ തിരക്കാരണം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവൾ ഒന്നുകൂടി അവനടുത്തേക്ക് നീങ്ങി നിന്നു. എന്റെ ഗിരിയേട്ട, ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ഈ നെഞ്ചിലെ മിടിപ്പ് എനിക്കറിയാം. എന്നെ വെറുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് പറ്റുന്നില്ല ഗിരിയേട്ട. അതിതാ ഈ നിമിഷം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. കാർത്തു ആരും കേൾക്കാരന്റെ ചെവിൽ പറഞ്ഞു. ഗിരിയുടെ മുഖം ചുവന്നു. എന്നിട്ടും അവൾ അവനെ വിട്ടില്ല. ഒന്നുകൂടി അവനടുത്തേക്ക് നീങ്ങി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ. ഒന്നും ഞെട്ടിയിരുന്ന അവൻ ആ നിമിഷം മറ്റാരെങ്കിലും അത് ശ്രദ്ധിക്കുന്നതെന്ന് നോക്കിയ ശേഷം അവളെ കടുപ്പിച്ച് നോക്കി. എന്താടി നിനക്ക് വേണ്ടത്? അവൻ മുരനോട് ചോദിക്കുമ്പോൾ അവൾ അല്പം ഗൗരവത്തിലാണത് പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞ കള്ളല്ല ഗിരിയേട്ട, അപ്പച്ചിയോട് ചോദിച്ചാൽ മതി. എല്ലാം ഞാൻ അപ്പച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു വരുമ്പോൾ തന്നെ അതിന് മറുപടി എന്നാണ് ഗിരി ടിക്കറ്റ് അവൾക്ക് നേരെ എറിഞ്ഞഴിഞ്ഞിരുന്നു. നീ നിന്റെ പണി നോക്കി പോവാണെങ്കിൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ സ്വഭാവം നീ അറിയും. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയതും അവളുടെ ഉള്ളം പിടഞ്ഞു. ഇടയ്ക്ക് വിൻഡോയിലൂടെ അവൻ പുറകിലേക്ക് നോക്കുന്ന കാർത്തു കണ്ടിരുന്നു. അവളുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു കൊളുത്തിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്കൂൾ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ. ഗിരിയേട്ട, നിങ്ങൾ എത്രയൊക്കെ എന്നെ വെറുക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. വൈകുന്നേരം കാണാം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വാശിയോടെ അവൻ അവളെ നോക്കി പല്ലടിക്കുക മാത്രമാണ് ചെയ്ത്. അന്ന് വൈകിട്ട് ഗിരി അല്പം നേരത്തെ വീട്ടിലെത്തിയിരുന്നു. ബൈക്ക് മുറ്റം നിർത്തി ഉമ്മറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ആ പിച്ചകപ്പൂവിന്റെ മണം അവൻ അറിഞ്ഞു. പക്ഷേ അത് അവളായിരിക്കുമെന്ന് അപ്പോഴും അവന് ഊഹിച്ചില്ല. അവൻ പതിവ് പോലെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അകത്തെ ഹാളിലെ കസേരയിൽ കാലുമേ കാല് വെച്ചൊരു പുസ്തകം വായിച്ചുകൊണ്ട് അവൾ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടതും അവന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അമ്മേ! ഗിരിയുടെ വിളിയിൽ ആ വീടൊന്ന് വിറച്ചു. കസേരയിൽ നിന്ന് കാർത്തോനെ ഞെട്ടി നോക്കുമ്പോൾ അടുക്കളയിൽ വെള്ളയപ്പവും മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടുവന്ന സരസ്വതി ടീച്ചർ ഓടി അവിടെ എത്തി. എന്താടാ എന്താ? ഗിരി അരിശത്തിൽ അമ്മയെ നോക്കി. ഇവളെന്താ അമ്മയുടെ? അവന്റെ ശബ്ദം ഉയർന്നു വന്നു. അത് ഞാൻ വിളിച്ചിട്ടാ മോള് വന്ന്. എന്തിന്? അത് പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. ഈ തവണ അമ്മയും വിട്ടുകൊടുത്തില്ല. അമ്മയുടെ മറുപടിക്ക് അവൻ നോക്കിയത് അവളെയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു നിന്റെ തോന്നിയാസം നിന്റെ വീട്ടിൽ വെച്ചോണെന്ന്, ഇങ്ങോട്ട് ഇറക്കരുതെന്ന്. എന്നെ നിയന്ത്രണം വിട്ട് നിൽക്കുക ഞാൻ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഒട്ടും തയ്യില്ലാതെ അവൻ അങ്ങനെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ തളർന്നില്ല. എന്നോട് അത്രയ്ക്ക് വെറുപ്പാണ് ഗിരിയേട്ട? അവന്റെ കണ്ണിലേക്ക് നോക്കിയുള്ള അവളുടെ ചോദ്യത്തിന് അവൻ അതേന്ന് തന്നെ മറുപടി കൊടുത്തു. ഇല്ല ഗിരിയേട്ട, അത് കള്ള. നിങ്ങളുടെ കണ്ണുകളിൽ എവിടെയോ എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ അന്ന് ബസ്സിൽ ഞാൻ വീണപ്പോൾ എന്നെ നിങ്ങൾ ചേർത്ത് പിടിക്കില്ലായിരുന്നു. ആ സമയം നിങ്ങളുടെ നെഞ്ചിന്റെ മിടിപ്പ് ഞാൻ അറിഞ്ഞതാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈഗോ അത് തുറന്ന് സമ്മതിക്കുന്നില്ല. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞ വാക്കുകൾക്ക് അവൻ അലറി. ഇല്ലേ, അതൊക്കെ നിന്റെ വെറും തോന്നലാ. എന്റെ അച്ഛൻ മരിക്കാൻ കാരണമായവന്റെ മകളോട് എനിക്ക് ഇഷ്ടോ? അതിന് ഈ ഗിരി ഒന്നുകൂടെ ജനിക്കണം. ഗിരിയുടെ വാക്കുകൾ ഉറച്ചു നിൽക്കുമ്പോൾ അതുവരെ പിടിച്ചു വെച്ച അവളുടെ കണ്ണീർ നിറഞ്ഞു തൂവി. ഗിരി, മതി നീ അവളെ പറഞ്ഞ്. ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞു നിന്നോട്. അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോ. അവന്റെ ദേഷ്യം ശമിപ്പിക്കാനായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞ്. ഓ, അപ്പൊ അമ്മയ്ക്ക് ഇവളെ മതിയെന്നായോ? എന്നാ പിന്നെ അമ്മ ഇവിടെയും കെട്ടിപ്പിടിച്ചിവിടെ ഇരുന്നോ, ഞാൻ പോയേക്കാം. ദേഷ്യം സഹിക്കാൻ കഴിയാതെ മുന്നിൽ കണ്ട കലണ്ടർ വലിച്ചു കീറിഞ്ഞ ശേഷം മേശപ്പുറത്ത് നിന്ന് ഗ്ലാസും തട്ടിത്തെറിപ്പിച്ച് അവൻ അവളെ ഒന്നുകൂടെ നോക്കി. നീ പോകുന്ന അതോ ഞാൻ ഇറങ്ങണോ? അവൾ അതിനൊന്നും മിണ്ടിയില്ല. ആളുടെ അമ്മ അവനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ അമ്മ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം തന്റെ ബൈക്കിന്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആ ദേഷ്യം ഒന്ന് ശമിക്കുമ്പോൾ അവൻ തിരിച്ചു വരും തന്നെയായിരുന്നു അവരും കരുതിയിരുന്നത്. പക്ഷേ സമയം 9 അവൻ തിരിച്ച് വീട്ടിൽ വന്നില്ല. 9 വരെയും കാർത്തിയായനെ അവൻ മടങ്ങി വരുന്ന കരുതി അപ്പച്ചി കൂട്ടിയിരുന്നു. മോള് പെയ്ക്കോ, അവൻ ഇന്നിനി വരില്ല. ഗിരിയുടെ വാശി നിനക്കറിയില്ല. സരസ്വതി അമ്മ സങ്കടത്തോടെ അവളുടെ തോളിൽ കൈവച്ചു. അപ്പച്ചി, ഞാൻ കാണുന്നത് ഗിരിയേട്ടൻ വീട്ടിൽ നിന്ന് പോയത്. കാർത്തിവിന്റെ ശബ്ദം വിടറി. മോൾ അങ്ങനെയൊന്നും കരുതണ്ട. അവനിടക്ക് അങ്ങനെയുള്ളതാ. നാളെ മനസ്സൊന്ന് നടക്കുമ്പോൾ താനേ ഇങ്ങ് വന്നോളൂ. അവളെ സമാധാനിപ്പിക്കാൻ എന്താ പോലെ അവർ പറയുമ്പോഴും അവളുടെ ഉള്ളു തണുത്തില്ല. സമയം വൈകുന്നു. മോൾ ഇനി വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ കൂടി ഇങ്ങോട്ട് വരും. പിന്നെയൊന്നും പറയണ്ടല്ലോ. അപ്പച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി നിറഞ്ഞ കണ്ണുകളോടെ കാർത്തു മുല്ലക്കിലേക്ക് തിരിച്ചുപോയി. അവൾ പടി കടന്നു വരുമ്പോൾ തന്നെ ഉമ്മറത്ത് കാർത്തിക അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ട് അവൻ മുന്നോട്ടിറങ്ങി. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? കാർത്തിക അവളുടെ മുന്നിലേക്ക് ആഞ്ഞു. ഞാൻ അപ്പച്ചിയെ കാണാൻ പോയതാണ്. അവൾ മുഖം താഴ്ത്തി പറയുമ്പോൾ കാർത്തി അവൾക്ക് നേരെ കയ്യോങ്ങിയിരുന്നു. പക്ഷെ തല്ലിയില്ല. നീ ഓരോ അപ്പച്ചിയും കാണാൻ പോയതല്ലെന്ന് എനിക്കറിയാം. നീ ആ തിണ്ടി കാണാൻ പോയതല്ലേ? ആണെങ്കിൽ ഏട്ടനെന്താ
ഏട്ടനും പോകുന്നുള്ള ദിവസം 2 നേരം സംഗീതയെ കാണാൻ. ഇതും അതുപോലെ കരുതിയാൽ മതി. അവളുടെ മറുപടിക്കുമ്പോൾ കാർത്തി നിരായുധനായത് കണ്ടുകൊണ്ടാണ് സീതയും പുറത്തേക്ക് വന്നത്. ഇവളോട് സംസാരിക്കാൻ നിൽക്കാത്ത മോനെ നല്ലത്. എന്ത് ചോദിച്ചാലും തർക്കുത്തരാ. പിന്നെ ജോലിക്കാരിയാണല്ലോ, അതുകൊണ്ട് നമ്മുടെ വാക്കിനൊന്നും വില കൊടുക്കേണ്ട ആവശ്യം അവൾക്കില്ല. അമ്മയുടെ സ്ഥിരം ഡയലോഗിന് മറുപടിയാണ് നിൽക്കാതെ അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ കാർത്തി വീണ്ടും അവൾ തടഞ്ഞു നിർത്തി. നാട്ടുകാരോരൊന്ന് പറയുന്നേക്കുമ്പോ നാണം കിട്ടു പോവാൻ ഞങ്ങൾ എന്ത് വേണം? നീ എന്താടി ഇങ്ങനെ? ആ തവണ കാർത്തിയുടെ ശബ്ദം നേർത്തു വന്നിരുന്നു. ഏട്ടാ, എനിക്ക് വയ്യ വഴക്കിടാൻ, എനിക്കൊന്ന് ഉറങ്ങണം. അവൾ തളർച്ചയോടെ പറഞ്ഞ അകത്തേക്ക് നടന്നു. ഇനി അവിടെ നിന്ന് വീണ്ടും ആ സംഭാഷണം വഴക്കിൽ ചെന്ന് നിൽക്കുന്ന അറിയുന്നതുകൊണ്ട് തന്നെയായിരുന്നു. അവൾ അകത്തേക്ക് നടക്കുമ്പോൾ ഹാളിൽ അച്ഛനിരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ടത് അയാൾ മുഖം വെട്ടിച്ച് തിരിഞ്ഞിരുന്നു. പരാതിയൊന്നും പറഞ്ഞില്ല അവളും. അങ്ങനെ പറയാൻ മാത്രം ന്യായം തന്റെ ഭാഗത്തും ഇല്ലെന്നറിയാം. ആ രാത്രി അവൾക്ക് ഉറക്കവും വന്നില്ല. 2-3 തവണ അവൾ അപ്പച്ചിയെ വിളിച്ചു. ഗിരിയേട്ടൻ വന്നോ തിരക്കെങ്കിലും വന്നില്ലെന്നായിരുന്നു അപ്പച്ചിയുടെ മറുപടി. രാവിലെ അവൻ വീട്ടിലെത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്ന് അവൾ സ്കൂളിലേക്ക് ഇറങ്ങിയത്. വൈകിട്ട് സ്കൂളിടുന്ന സമയം അപ്പച്ചിയെ വിളിച്ച് അവനെ തിരക്കി. അപ്പോഴവനെ കുറിച്ചൊരു വിവരമില്ലെന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു ആദ്യ പോലെ. അതുകൊണ്ട് തന്നെയായിരുന്നു സ്കൂൾ വിട്ട് അവൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയത്. വീട്ടിലില്ലെങ്കിൽ പിന്നെ അവൻ അവിടെ ഉണ്ടാവുന്ന അവൾക്കറിയാം. സ്റ്റാൻഡിലെത്തുമ്പോൾ ഗിരിയുടെ ബസ് അവിടെയുണ്ട്, പക്ഷേ ഗിരിയില്ല. വൈകിട്ട് തോട്ടം പോകാൻ മറ്റൊരു കണ്ടക്ടർ ടിക്കറ്റ് മെഷീനുമായിട്ട് നിൽക്കുന്നത്. ഗിരിയേട്ടൻ എവിടെയാ? കാർത്തി പരിഭ്രമത്തോടെ ചോദിച്ചു. ഗിരിന്ന് ലീവാണല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കാണണം. ഇന്നലെ വീട്ടിലെന്തോ വഴക്കുണ്ടായിന്ന് പറഞ്ഞ അവന് സ്റ്റാൻഡ് അടുത്തുള്ള റോയൽ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട്. മോൾ അവിടെ പോയി നോക്ക്, അവിടെ കാണുവൻ. ആ കണ്ടക്ടർ ചേട്ടൻ അതുകൂടി പറയുമ്പോൾ ഒട്ടും വയസ്സില്ല അവൾ. സ്റ്റാൻഡ് പിന്നിൽ ഇടുങ്ങിയ വഴിയിലൂടെ ലോഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. പഴയ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഇരുടടഞ്ഞ ഇടനാഴിലൂടെ നടക്കുമ്പോൾ ആളുടെ ഹൃദയം പടപടയും ഇടിക്കുന്നുണ്ടായിരുന്നു. റൂം നമ്പർ 204. വാതിൽ പാതി തുറന്നിടക്കുകയാണ്. അകത്ത് മുറിക്കുള്ളിലെ ചെറിയ വെളിച്ചത്തിൽ ഗിരി കട്ടിൽ കിടക്കുന്നവൾ കണ്ടു. അവൾ പതിയെ മുന്നോട്ട് നടന്നു. മുറിയിലാകെ സിഗരറ്റിന്റെ മണവും വല്ലാത്തൊരു ശൂന്യതയും പടർന്നിരുന്നു. കാർത്ത് പതുക്കെ വാതിൽക്കൽ നിന്ന് വിളിച്ചു. ഗിരിയേട്ടാ. ശബ്ദം കേട്ട് ഗിരി ഞെട്ടി തല ഉയർത്തി. പെട്ടെന്ന് അവൾ അവിടെ കണ്ടവരെ ഞെട്ടിയിരുന്നുവെങ്കിലും പെട്ടെന്നാണ് അവന്റെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറിയത്. അവൻ വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടിട്ട് നിനക്ക് മതിയായില്ലേ? അവൻ പല്ലിയരിച്ച് ചോദിച്ചു. കാർത്ത് മറുപടി വരാതെ അവനെ തള്ളി മാറ്റി ആ മുറിക്കുള്ളിലേക്ക് കയറി വാതിൽ ചാരിയതും അവന്റെ നിയന്ത്രണം വിട്ടിരുന്നു. നിന്നോട് ആര് പറഞ്ഞു എന്റെ മുറി കയറാൻ? അവൻ പല്ലടിക്കുമ്പോൾ അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ച് അവളുടെ കഴുത്തിൽ വെച്ചു. ഗിരിയേട്ടാ, എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ കാരണം നിങ്ങളിവിടെ ഈ നരകത്തിൽ വന്ന് കിടക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാ. അവളുടെ കണ്ണുനീർ അവന്റെ കൈകളിൽ വീണു. എന്തോ ആ കണ്ണീർ അവന്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് പൊള്ളിച്ചുവെങ്കിലും അടുത്ത നിമിഷം അവളെ പിടിച്ച് അവനൊരു തള്ളു കൊടുത്തു. ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്ന് പോരേണ്ട പൂങ്കണ്ണീരും പോയിക്കോളൂ അവിടുന്ന്. ഗിരി അവളുടെ തോളിൽ പിടിച്ച് വാതിൽക്കിലേക്ക് തള്ളിയതും അവളുടെ നെറ്റി ആ കഥകളിൽ തട്ടി. അത് കണ്ടപ്പോൾ അവനൊന്ന് പിടഞ്ഞു. അറിയില്ല, പക്ഷെ അരിശൻ തന്നെയായിരുന്നു മുന്നിൽ നിന്ന്. ഇല്ല ഗിരിയേട്ടാ, ഞാൻ പോവില്ല. നിങ്ങളിവിടെ നരകത്തിലാക്കിയിട്ട് ഞാനിങ്ങനെ വീട്ടിൽ സമാധാനമായിട്ടിരിക്കാനാ? ഏട്ടനും വാ, ഞാനിനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, സത്യം. അവൾ അവന് മുന്നിൽ കൈകൂപ്പുമ്പോൾ അവൻ വീണ്ടും പല്ലിയരിച്ചു. ഇറങ്ങിപ്പോടി. അവനോട് വാതിലിന് പുറത്തേക്ക് തള്ളാനാഞ്ഞതും പെട്ടെന്നായിരുന്നു ആരോ പുറത്തുനിന്ന് ആ വാതിൽ വലിച്ചടച്ച്. ടേ എന്നൊരു ശബ്ദത്തോടെ വാതിൽ ചേർത്തടക്കപ്പെടുകയും പുറത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്യുന്ന ശബ്ദം അവർ കേട്ടു. രണ്ടാളും ഒരു നിമിഷം സ്തംഭിച്ചിന്ന് പോയി. ഗിരി പെട്ടെന്ന് വാതിൽക്കിലേക്ക് പാഞ്ഞു ചെന്നു. അവൻ വാതിൽ വലിച്ചോർക്കാൻ നോക്കിയെങ്കിലും അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. ഗിരി വാതിലിൽ ആഞ്ഞു തള്ളി. കാർത്തു ഭയത്തോടെ അവർ നോക്കി. ഗിരിയേട്ടാ, അത് എനിക്കറിയില്ല. പള്ളിയരിച്ച് അവൻ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ നോക്കിയെങ്കിലും ആ പഴയ തടിവാതിൽ അരങ്ങിയില്ല. മിനിറ്റുകൾക്കകം പുറത്ത് പോലീസ് ജീപ്പ് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. ലോഡ്ജിന്റെ ഇടനാഴിൽ ബോട്ടിന്റെ ശബ്ദങ്ങൾ മുഴങ്ങി. ഗിരിയുടെയും കാർത്തുവിന്റെയും ഹൃദയമിടിപ്പ് കൂടി. വാതിലിൽ പോലീസിന്റെ ആഞ്ഞ തള്ളലുണ്ടായി. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പോലീസുകാരും കൂടെ പരിഹാസച്ചിരിയുടെ ലോഡ്ജ് ജീവനക്കാരുമായിരുന്നു. അവർക്ക് പിന്നിലായി ആരോ ഫോണിൽ ഈ ദൃശ്യം പകർത്തിക്കൊണ്ടിരുന്നു. കൊള്ളാലോടോ ഗിരി, കണ്ടക്ടർ പണിക്കിടയിൽ ഇതൊക്കെയുണ്ടോ? സബ് ഇൻസ്പെക്ടർ പുച്ഛത്തോടെ അവനെ നോക്കുമ്പോൾ ഗിരിക്ക് അവൾ ഓർത്തിട്ടായിരുന്നു ആദ്യം. അനാശാസ്യം, അതൊരു സ്കൂൾ ടീച്ചറേയും കൊണ്ട്. നാണുണ്ടോടാ നിനക്ക്? സർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവളെന്നെ കാണാമെന്നാ. ഗിരി വിശദീകരിക്കാൻ നോക്കിയെങ്കിലും ആരോ കേൾക്കാൻ തയ്യാറായില്ല. കാർത്തുവിന്റെ മുഖം വിളറി വെളുത്തു. ആൾക്കറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി പോയിരുന്നു. തന്റെ അഭിമാനവും ജോലിയുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്ന അവൾ കൺമുമ്പിൽ കണ്ടു. വാ, സ്റ്റേഷനിലോട്ട് നടക്ക്, അവിടെ ചെന്ന് വിശദീകരിക്കാം നിന്റെ പ്രേമകഥ. പോലീസ് കാർത്തുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളൊന്നും ചെയ്യരുത്, ഗിരി അലറി. പക്ഷേ പോലീസുകാർ അവളെ ബലമായി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗിരി അവിടെ നിസ്സഹനായി പോവുകയായിരുന്നു. ലോഡ്ജിന്റെ താഴെ സ്റ്റാൻഡിലെ ആളുകളും നാട്ടുകാരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ പരിഹാസവും പുച്ഛവും മാത്രം. പോലീസ് ജീപ്പിലേക്ക് കയറാൻ നേരം കാർത്തിയാനി ഗിരിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് ടോപ്പിലേക്ക് കണ്ണുനീറിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഗിരിക്ക് ആ നിമിഷം അവളോട് ദേഷ്യവും സഹതാപവും ഒക്കെ തോന്നിപ്പോയിരുന്നു.
ഒരു തെറ്റും ചെയ്യാത്ത ഈ പെണ്ണിനെ ലോകത്തിനു മുമ്പിൽ ഒരു അനാശാസ്യക്കാരിയായി മുദ്രകുത്താൻ താൻ കാരണമായല്ലോ എന്ന നീറ്റൽ അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകയാൻ തുടങ്ങിയിരുന്നു. സ്റ്റേഷനിൽ എത്തിച്ച് കുറച്ചു നേരത്തെ ചോദ്യം ചെയ്യലുകൾക്കപ്പുറം ഗിരി അവർ ലോക്കപ്പിലേക്ക് തള്ളുമ്പോഴും അവന്റെ കണ്ണുകൾ പുറത്തെ ബെഞ്ചിൽ തളർന്നിരിക്കുന്ന കാർത്തിവിനെയായിരുന്നു തിരഞ്ഞത്. അവളുടെ തല അപ്പോഴും താഴ്ന്നിരുന്നു. അഴിഞ്ഞു വീണ മുടിയിഴകൾക്കിടയിലൂടെ കണ്ണുനീർ തറയിലേക്ക് ഇറ്റുവീഴുന്നവൻ കണ്ടു. അല്പസമയത്തിനകം സ്റ്റേഷൻ മുറ്റത്ത് കാർത്തികിന്റെ ബൈക്ക് വന്ന് നിന്നു. അതിൽ നിന്നും കലിതുള്ളി അച്ഛനും കാർത്തികനും ഇറങ്ങി വരുന്നു അവൾ അവിടെ ഇരുന്ന് കണ്ടു. അവരുടെ മുഖത്ത് വന്യമായ ഭാവള ഭയപ്പെടുത്തി. അവരകത്തേക്ക് നടക്കുമ്പോൾ അറിയാതെ അവളുടെ മുഖം താഴ്ന്നുപോയി. ബെഞ്ചിലിരുന്ന് കാർത്തിവിനെ കണ്ടതും കാർത്തിക് പാഞ്ഞെടുത്ത് അവളെ തല്ലാൻ കൈയോങ്ങി. പക്ഷെ ദിവാകരൻ അതിനെ തടഞ്ഞു. മോനെ, ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാ. കാർത്തി അരിശത്തോടെ കൈ കുടഞ്ഞു മാറ്റി പല്ലിയരിച്ച് അവളെ നോക്കുമ്പോഴും അവളുടെ മുഖം താഴ്ന്നു തന്നെ ഇരുന്നു. ദിവാകരൻ സബ് ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് നടന്നു. അനാശ്വാസമായിരുന്നു കൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാതെ വേറെ വഴിയില്ലെന്ന് അയാൾ പറയുമ്പോൾ ദിവാകരൻ അപമാനത്തോടെ അവിടുന്ന് പുറത്തേക്ക് നടന്നു. എന്താ വെച്ചാ? പുറത്തുനിന്ന് കാർത്തിക് ചോദിച്ചു. എന്താവാൻ, പിഴച്ചുപോയി നിന്റെ പെങ്ങള്, അത്ര തന്നെ. അയാൾ തലയിൽ കൈവച്ച് പറയുമ്പോൾ കാർത്തുകേട്ട് ഏങ്ങി. നീ കുടുംബത്തിന്റെ അന്തസ് കളയാൻ വേണ്ടി ജനിച്ചവളെ ഒന്നല്ല രണ്ടല്ല പലതായി നീ ഞങ്ങൾ അപമാനിക്കുന്നു. ഇനി വയ്യ, എനിക്കിങ്ങനെ ഒരു മോളില്ല. എവിടെയെങ്കിലും പോയി ചാകടി നീ. ദിവാകരൻ തലക്കൈ കൊടുത്തിട്ട് അവളെ പ്രാഗി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പുറത്ത് മറ്റൊരു ഓട്ടോ വന്നിരുന്നു. സരസ്വതി ടീച്ചറായിരുന്നു അത്. സ്റ്റേഷൻ മുറ്റത്ത് സരസ്വതി ടീച്ചറെ കണ്ടതും കാർത്തിക് നിയന്ത്രണം വിട്ട് അവർക്ക് നേരെ ആഞ്ഞു. അവന്റെ കണ്ണുകളിൽ പകയും വെറുപ്പുമായിരുന്നു ആ നിമിഷം അവർ കണ്ടത്. നിങ്ങൾ എത്തിയോ? കാർത്തിക് പല്ലിയേരി ചലറുമ്പോൾ സരസ്വതി ടീച്ചർ ശാന്തയായി നിന്നു. അകത്ത് ബെഞ്ചിലിരുന്ന കാത്തു അവരെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളെ മോൻ കാരണം എന്റെ പെങ്ങളുടെ ജീവിതം തീർന്നു. മര്യാദക്കൊരു മകനെ വളർത്താൻ അറിയാത്ത നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങിയാണ് നമ്മുടെ നാടിന്റെ ശാപം. അവന്റെ വാക്കുകൾ കടത്തിയിട്ടും സരസ്വതി ടീച്ചർ തളർന്നില്ല. താൻ വർഷങ്ങളോളം ജോലി ചെയ്ത അതേ സ്കൂളിലെ പഴയ വിദ്യാർത്ഥിയായ കാർത്തികിന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവരൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ അവരുടെ കണ്ണുകളിൽ ഒരു അഗ്നിയുണ്ടായിരുന്നു. സരസ്വതി ടീച്ചർ പതിയെ മുന്നോട്ട് വന്നു. അവരുടെ ശബ്ദം സ്റ്റേഷൻ വരാന്തയിൽ മുഴങ്ങി കേട്ടു. എടാ കാർത്തികേ, എനിക്കല്ല, നിന്റെ അച്ഛൻ ദിവാകരനെ മക്കളെ വളർത്താൻ അറിയാത്ത. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇടയ്ക്ക് ദിവാകരനെ കൂടി നോക്കി അവരത് പറഞ്ഞു. ദിവാകരൻ അവർ തന്നെ നോക്കി നിന്നു. അയാൾക്കരികിലേക്ക് സരസ്വതി നടന്നെടുത്തു. ഇയാൾക്കത് അറിയുമായിരുന്നെങ്കിൽ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടി മക്കളുടെ ഉള്ളിൽ പകയുടെ വിഷം നിറച്ചു കൊടുക്കില്ലായിരുന്നു അയാള്. ഞാനും ഇയാളും തമ്മിൽ ഇത്രയും കാലം മിണ്ടാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ? കാർത്തികിനെ നോക്കിയായിരുന്നു ആ ചോദ്യം. നിങ്ങൾ സുഖിച്ചു കഴിയുന്ന ഈ മുല്ലക്കൽ തറവാടുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം എനിക്ക് കൂടി തരേണ്ടി വരുമെന്നുള്ള പേടി. സ്വന്തം പെങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതിരിക്കാൻ അയാൾ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുക എന്നത്. അല്ലെങ്കിൽ പറയാൻ പറ്റൂ ഇയാൾക്ക്? സരസ്വതി ടീച്ചർ ദിവാകരന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊന്നുമല്ല സത്യമെന്ന് പറയാൻ അയാളുടെ മനസ്സ് വെമ്പെങ്കിലും ആ നിമിഷം അയാൾ നിശബ്ദനായി നിന്നുപോയി. സ്വന്തം ഉള്ളിൽ ആർത്തി മക്കളറിയാതിരിക്കാൻ അവരുടെ കാതിൽ കുശുമ്പും പകയും പറഞ്ഞു കൊടുത്ത് വളർത്തി ഇയാൾക്കാ മക്കളെ വളർത്താൻ അറിയാത്ത. ടീച്ചറുടെ വാക്കുകൾ മുറുകിയിരുന്നു. നിന്റെ പെങ്ങളില്ലേ കാർത്തു, അവൾക്ക് 20 വയസ്സുള്ളപ്പോൾ മുതൽ അവൾ ജോലിക്ക് പോകുന്നുണ്ട്. ആ പൈസയൊക്കെ എവിടെ? അതും ഇയാളല്ലേ വാങ്ങിയത്. ഒരു കൊച്ചു പെണ്ണ് ജോലിക്ക് പോയി കൊണ്ടുവരുന്ന പോലും പിടിച്ചു പറിച്ച് സ്വന്തം കീശയിലാക്കുന്ന നിന്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ നീ പോവാൻ നോക്ക്. സരസ്വതി ടീച്ചറുടെ വാക്കുകൾക്ക് മുമ്പിൽ കാർത്തി ഒരു നിമിഷം പതറി നിന്നുപോയിരുന്നു. അവനെ ഒന്നുകൂടി ഇരുത്തി നോക്കി അവർ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ കാർത്തിയുടെ ബാക്കി പറയാൻ അവർക്ക് പിറകെ പോവാൻ തുടങ്ങിയതാണ്. പക്ഷേ ദിവാകരൻ വിട്ടില്ല. മതി, നമുക്ക് പോവാം. അയാൾ മകനെ ബലമായി പിടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ സരസ്വതി പറഞ്ഞ പല വാക്കുകളും കൊണ്ടിരുന്നു. അവിടെ നിന്നും സരസ്വതി അമ്മ നേരെ പോയത് സബ് ഇൻസ്പെക്ടർ രമേശിനെ കാണാനായിരുന്നു. അങ്ങോട്ടേക്ക് നടക്കുന്ന കൂട്ടത്തിൽ അവിടെ സൈഡിലെ ബെഞ്ചിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന കാത്തുവിനെ അവർ കണ്ടിരുന്നു. അവളുടെ ആ ഇരിപ്പ് അവരുടെ ഉള്ളിനെ പൊള്ളിച്ചു. അടുത്ത ഈ സെല്ലാണ് അനുവാദമില്ലാത്തതുകൊണ്ട് അവർ ഇൻസ്പെക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. ടീച്ചറുടെ പഴയ സ്റ്റുഡന്റ് ആയിരുന്ന രമേശൻ അതിൻ്റെതായ ബഹുമാനം ടീച്ചറോടുണ്ടായിരുന്നു. ടീച്ചറെ ഇവിടെ സംഭവിച്ച അനാശ്വാസ ആ നിയമവിരുദ്ധമാണ്. കൂടാതെ സംഭവം നാട്ടുകാർ അറിഞ്ഞുപോയി. അതുകൊണ്ട് FIR ചെയ്ത് കോടതിയിൽ എത്തിക്കാതെ എനിക്ക് വേറെ വഴിയില്ല. അയാൾ ബഹുമാനത്തോടെ തന്നെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു. അതിന് ആരാ പറഞ്ഞു ഇത് അനാശ്വാസയാണെന്ന്? എൻ്റെ മകനും കാർത്തിയായനും വർഷങ്ങളായിട്ട് പ്രണയത്തില്ല. ഇവരെ വിവാഹിതരാവാൻ തീരുമാനിച്ച് ഉറപ്പിച്ച വരുവാ. വീട്ടുകാരുടെ എതിർപ്പുകാരനെ രഹസ്യമായിട്ട് കാണേണ്ടി വന്നെന്ന് കരുതി അതിന് അനാശ്വാസം എന്ന് വിളിക്കാൻ ആർക്കും അവകാശമൊന്നുമില്ല. പെട്ടെന്ന് ടീച്ചറുടെ വാക്കുകൾക്ക് ആ ഇൻസ്പെക്ടർ അവരെ തന്നെ നോക്കിപ്പോയെങ്കിലും അത് നുണയാണെന്ന് അയാൾക്കും മനസ്സിലായില്ല. അങ്ങനെയാണോ കാര്യങ്ങൾ? പക്ഷെ ഇത് ഇവരാരും എന്നോട് പറഞ്ഞില്ല. കേസ് ഞാൻ ഫയലും ചെയ്തു. ഇനി കോടതിയിൽ പോയേ പറ്റൂ. അവിടെ എത്തുമ്പോൾ സമ്പത്തിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ മതി. അയാൾ പറഞ്ഞിരുത്തുമ്പോൾ വാശിയോട് അവരതിന് മൂളി. അവർ തന്നെയാണ് ഗിരിയച്ചെന്ന് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയതും. അമ്മ പറഞ്ഞ നുണക്കഥകൾ കേട്ട് അവൻ ആദ്യം ഞെട്ടിപ്പോയെങ്കിലും അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ അവന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ കാർത്തുവിന്റെ മുഖത്തെ നിസ്സഹായത അത് അവൻ അപ്പോഴും തളർത്തുന്നുണ്ടായിരുന്നു.
അവൾക്ക് വേണ്ടി അമ്മയൊരു കള്ളം പറയുമ്പോൾ അത് എതിർത്താൽ അവളുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാവുമെന്ന് അവന് തോന്നി. അമ്മ പറഞ്ഞൊക്കെ സത്യമാണോ ഗിരി? പോലീസ് ഇൻസ്പെക്ടർ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ഗിരി ഒരു നിമിഷം കാർത്തുവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ നേർത്ത തിളക്കവൻ കണ്ടു. താൻ കാരണം തകർന്നുപോയ അവളുടെ അഭിമാനം വീണ്ടെടുക്കാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് അവന് ബോധ്യമാണ്. അതെ സർ, അമ്മ പറഞ്ഞൊക്കെ സത്യ. ഞങ്ങൾ സ്നേഹത്തിലാണ്. അത് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഗിരിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. കാർത്തുവിന്റെ ചുണ്ടിലെ നേരത്തെ പുഞ്ചിരി വിടുന്നു. ഗിരിയേട്ടൻ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അന്ന് തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കി. അവിടെ അവരത് തന്നെ പറഞ്ഞോടെ അവരെ കോടതി വെറുതെ വിട്ടു. എങ്കിലും അവിടെ വെച്ച് അവിടെ വിവാഹ നിയമപരമായിട്ട് കോടതി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. രണ്ടാളും അതിൽ ഒപ്പും വെച്ചോടെ ഗിരിയുടെ ഭാര്യയായി കഴിഞ്ഞു കാർത്തിയായനി. പോലീസിന്റെ നിർബന്ധപ്രകാരം അടുത്തുള്ള ചെറിയ ഗണപതി കോവിലിന് മുമ്പിൽ വെച്ച് ഗിരി കാർത്തുവിന്റെ കഴുത്തിൽ താലിയും ചാർത്തി. മാറിയും പൂക്കളും ഒന്നുമില്ലാതെ സാക്ഷികളായി ഏതാനും പോലീസുകാരും കണ്ണീരോടെ സരസ്വതി ടീച്ചറും മാത്രമായ ഒരു വിവാഹം. ഗിരി താലി കെട്ടുമ്പോൾ കാർത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ദുഃഖത്തിന്റെ അല്ല, മറിച്ച് തന്റെ പ്രണയം വിജയിച്ചതിന്റെ ആനന്ദാശ്രുക്കളായിരുന്നു. അവൻ ആ താലി തന്റെ കഴുത്തിൽ കെട്ടിയ ശേഷം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും ആ പഴയ ദേഷ്യം തന്നെയാണ് അവളവിടെ കണ്ടത്. നീ ജയിച്ചെന്ന് കരുതേണ്ട കാർത്തിയായനി, ഈ ഗിരിയുടെ പക അത്ര പെട്ടെന്നൊന്നും തീരില്ല. നീ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇടക്കാരും കേൾക്കാതെ അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞതിന് അവളൊന്ന് ചിരിച്ചു കാട്ടി. പകയല്ല ഗിരിയേട്ട, പ്രണയമാണിത്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരും. സരസ്വതി ടീച്ചർ മരുമകളെ ചേർത്ത് പിടിച്ച് ആ കോവിലിന്റെ പടികളിറങ്ങുമ്പോൾ നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഗിരി ആരെയും ശ്രദ്ധിക്കാതെ വേഗം മുന്നോട്ട് നടക്കുന്ന നോക്കിൽക്കാനേ ആ നിമിഷം ആ അമ്മയ്ക്കും മകൾക്കും കഴിഞ്ഞുള്ളൂ. സ്റ്റേഷനിൽ നിന്നും മടങ്ങി വന്ന ദിവാകരൻ മുല്ലക്കൽ തറവാട്ടിലെ ഉമ്മറത്തേക്ക് തളർന്നിരുന്നു. അയാളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. കാർത്തിക് ആരോടൊന്നും മിണ്ടാതെ കണ്ണുകളെരിയുന്ന കലിയോടെ അകത്തേക്ക് കയറിപ്പോയി. അവൻ വാതിൽ വലിച്ചടച്ച ശബ്ദം ആ തറവാടിനെ നടുക്കി. ദിവാകരൻ പടിക്കൽ തന്നെ തളർന്നിരുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു കരിങ്കല്ല് കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് പരിഭ്രമത്തോടെ ഓടി വന്ന സീത ഭർത്താവിന്റെ അവസ്ഥ കണ്ട് ഭയന്നു. എന്താ ഉണ്ടായി? മോളെവിടെ? അവളെവിടെയെന്ന്? സീതയുടെ ശബ്ദം വിറച്ചു. ദിവാകരനൊന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഒരധ്യാപികയായ മകളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കാണേണ്ടി വന്ന അച്ഛന്റെ ഗതികേട് അയാളെ നീട്ടിക്കൊണ്ടിരുന്നു. അവള് പോയി സീതേ. അവളിനി വരില്ല. അവളിനി അവിടെയാ, ഗിരിയുടെ വീട്ടിൽ അവന്റെ ഭാര്യയായി. അയാളുടെ വാക്കിൽ കേട്ട് സീത തറയിലിരുന്ന് പോയി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അവർ ആദ്യയോടെ ചോദിച്ചു. അതേ സീതേ, അവരുടെ കല്യാണം കഴിഞ്ഞൊന്ന് അറിഞ്ഞു. തളച്ചോടെ അയാൾ പറയുമ്പോൾ സീത ഞെട്ടി അയാളെ നോക്കി. ആരും അറിഞ്ഞു ഇത്? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ. എന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലേ? സീതയുടെ ചോദ്യത്തിന് അയാൾ അല്പം ദേഷ്യത്തിലാണ് അവരെ നോക്കിയത്. ഞാൻ എന്ത് ചെയ്യാനാ? പ്രായപൂർത്തിയായ അവളെ എനിക്ക് എങ്ങനെ തടയാൻ കഴിയും? സാരല്ല, അതാവും അവളുടെ വിധി. അയാൾ നെടുവീർപ്പോടെ പറഞ്ഞ് ആശ്വസിച്ച ശേഷം തളർച്ചയോടെ പിന്നിലെ തൂണിലേക്ക് ചാരി. അവളെന്നെ തള്ളിക്കളഞ്ഞു പോയതിനും സങ്കടം മറ്റൊന്നാ സീതേ. സരസ്വതി വന്നിരുന്ന സ്റ്റേഷനിൽ എന്നോട് ചിലതൊക്കെ സംസാരിച്ചു. എനിക്ക് മക്കളെ വളർത്താൻ അറിയില്ലെന്ന്, അവിടെ കൂടി ഓഹരി തട്ടിയെടുക്കാനാണ് ഞാൻ അവളോട് ഇത്രയും നാളും ദേഷ്യം കാട്ടിയെന്ന്. അത് പറയുമ്പോൾ ദിവാകരന്റെ ശബ്ദം ഇടറി. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല സീതേ. അന്ന് സരസ്വതി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ എനിക്ക് അവളോട് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യ. പക്ഷെ അന്ന് അവളുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഞാൻ തിരക്കാതിരുന്നിട്ടില്ല. അവളുടെ വാസു മരിച്ചപ്പോ അതറിഞ്ഞ് ഓടിച്ചെന്നാണ് ഞാനും. പക്ഷെ അന്ന് അവൾ എന്നെ ആട്ടി ഓടിച്ചു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ചോദിച്ച അവൾ ഈ മുറ്റത്ത് വന്നപ്പോ ഞാൻ കഥ കോർന്നില്ലെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപ്പോഴാ ഞാൻ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും അറിയുന്നു. പലപ്പോഴും അന്ന് നടന്ന് ഞാൻ അവളോട് പറയാൻ ശ്രമിച്ചതാ, പക്ഷേ ചെവി തന്നില്ല. പിന്നീട് കാർത്തു വളർന്ന് അവൾ പറഞ്ഞപ്പോ എന്റെ പെങ്ങളെല്ലാം വിശ്വസിച്ചു. സ്വന്തം കൂടപ്പിറപ്പിന്റെ വാക്കുകളേക്കാൾ അവൾക്ക് വില കൂടപ്പിറപ്പിന്റെ മകളുടെ വാക്കിലാണെന്ന് തോന്നിയപ്പോ വാശി കൂടി. പിന്നീട് മിണ്ടാനോ സഹകരിക്കാനോ നിന്നില്ല ഞാനും. എന്ന് വെച്ച് അവൾക്ക് അവകാശപ്പെട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊന്നും എനിക്ക് വേണ്ടതാനും. എല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ അവൾ പറഞ്ഞു കാർത്തി ജോലി ചെയ്ത പൈസ പോലും ഞാനാണ് വാങ്ങിയെന്ന്. ആർത്തിയാണെന്ന് എനിക്ക് സത്യം അവള് പറഞ്ഞ്. കാർത്തുവിന്റെ ശമ്പളം ഞാൻ വാങ്ങിയത് അവൾക്ക് വേണ്ടി തന്നെയായിരുന്നു. അതെല്ലാം കൂട്ടി വെച്ച് അവൾക്കുള്ള സ്വർണങ്ങളല്ലേ ഞാൻ വാങ്ങിയത്. അതും എനിക്ക് എന്തിനാണീ? ദിവാകരൻ കുട്ടികളെ പോലെ മുഖം പൊത്തി കരഞ്ഞു. അയാളുടെ ഉള്ളിലെ സത്യം ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദന അയാളെ തളർത്തുമ്പോൾ സീത പതുക്കെ അയാളുടെ അരികിലിരുന്നു. അയാളുടെ വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചു. സാരമില്ല, വിഷമിക്കണ്ട. സത്യം ഒരു നാൾ അവർ തിരിച്ചറിയും. സീതയുടെ സമാധാന വാക്കുകൾ കേട്ടിട്ടും ദിവാകരന്റെ മനസ്സടങ്ങിയില്ല. ഇരുൾ വീണാ തിണ്ണയിൽ ജീവിതം തോറ്റുപോയൊരു മനുഷ്യനായി ദിവാകരൻ നിശബ്ദനായിരുന്നു. കോവിലിൽ നിന്നും കർത്താവിനെ ചേർത്ത് പിടിച്ച് വീട്ടിലെത്തിച്ച അപ്പച്ചി തന്നെയായിരുന്നു. ആരെയും നോക്കാതെ ആരുടെയും വാക്കുകൾക്ക് കാതോർക്കാതെ അവർ തന്റെ മരുമകൾക്ക് ധൈര്യമായി നിന്നു.
ഒരു ഓട്ടോ പിടിച്ച് അവർ അവളുമായി വീട്ടിലെത്തുമ്പോൾ നാട്ടുകാർ അവരെ കാണാൻ വലിയൊരു നിര അവിടെ തടിച്ചുകൂടിയിരുന്നു. ഓരോരുത്തരുടെയും കണ്ണുകളിൽ പലതരം ഭാവങ്ങൾ, പരിഹാസം, കൗതുകം, ചിലരുടെയെങ്കിലുള്ളിൽ സഹതാപം. പക്ഷെ സരസ്വതി ടീച്ചർ അതൊന്നും ഗൗനിച്ചില്ല. തല ഉയർത്തി തന്നെ അവരവിടെ കൈപ്പിടിച്ച് ആ വീടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ കൂടിയുന്നവർക്കും പറയാൻ കൂടുതൽ കാരണങ്ങളില്ലാതെ മടങ്ങേണ്ടി വരികയായിരുന്നു. അതേസമയം ഗിരി ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കരിഷ്മ ബസ്സിലെ കണ്ടക്ടർ മോനിച്ചിനായിട്ടുള്ള തർക്കം അടിയിൽ അവസാനിച്ചപ്പോൾ അത് തന്നെ ജീവൻ തന്നെ മാറ്റിമറിക്കുന്ന അവന് കരുതിയില്ല. ഗിരിയുടെ കൂട്ടുകാർ മോനിച്ചിനെ അതിനോടകം തന്നെ പൊക്കിയിരുന്നു. ഗിരിക്കിടെ ഒരു പണിയെടുക്കാൻ നോക്കിയിരുന്നപ്പോഴാണ് അവനൊരു ലോഡ്ജിൽ റൂം എടുത്ത് ഇവർ അറിഞ്ഞതും അതിന് പിറകെ കാർ തൂടി വന്നപ്പോൾ സംഭവം ഉഷാർ. ആമാതിരി തന്നെയാണ് പോലീസിൽ ഇവരറിയിച്ചും പുറത്തുനിന്ന് വാതിൽ കൂട്ടിയതും. സ്റ്റാൻഡിലെ മൂലയിലിട്ട് ഗിരി അവന് ശരിക്കും കൊടുത്തു. രാത്രി ഏറെയായിട്ടും അന്ന് ഗിരി വീട്ടിലേക്ക് പോയില്ല. അവിടെയുള്ള ഒരു പഴയ സിമെന്റ് ബെഞ്ചിൽ അങ്ങനെ തളർന്നിരുന്നു. കൂടെയുള്ളവർ ഓരോരുത്തരെ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ അവന്റെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. എടാ, നടക്കാനുള്ളൊക്കെ നടന്നു, എങ്കിലും നിന്നെ ജീവനായിട്ട് കാണുന്ന പെണ്ണിലെ നിന്റെ കൂടെ കൂടിയത്. ആരെന്തു പറഞ്ഞാലും അവള് പാവാടാ. നിന്നെ കിട്ടാൻ വേണ്ടിയല്ലേ അവൾ ഇത്രയും സഹിച്ച്. നീ അവളെ സ്നേഹിക്കണം. സുമേഷ് അവന്റെ തോളിൽ തട്ടി പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യം വന്നു. അതൊന്നും ഉൾക്കൊള്ളാൻ അപ്പോഴും അവന് കഴിയുമായിരുന്നില്ല. ആ വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു ചതിയായിട്ടാണ് അവന് തോന്നിയത്. ഒടുവിൽ രാത്രി ഏറെ വൈകി കൂട്ടുകാരുടെ നിർബന്ധത്തിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നപ്പോൾ വീട് നിശബ്ദമായിരുന്നു. വരാന്തയിലെ മങ്ങിയ വെളിച്ചത്തിൽ സരസ്വതി ടീച്ചർ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഗിരി ബൈക്ക് സ്റ്റാൻഡിലിട്ട് തല താഴ്ത്തി മുന്നോട്ട് നടന്നു. അമ്മ എന്തെങ്കിലും ചോദിക്കുമെന്നോ പറയുമെന്നോ അവൻ കരുതിയെങ്കിലും പതിവിന് വിപരീതമായി അമ്മ ഒന്നും അന്ന് മിണ്ടിയില്ല. അതുകൊണ്ട് തന്നെ അമ്മയൊന്നു കൂടി നോക്കി അവൻ വേഗം അകത്തേക്ക് നടന്ന് തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ച് കട്ടിലേക്ക് ഇരുന്നു. ആ നിമിഷവും ഇനി എന്തെന്നറിയാത്തൊരു ശൂന്യതയായിരുന്നു അവന്റെ ഉള്ളിൽ. ഷർട്ട് ഒരു കസേരയിലേക്ക് എറിഞ്ഞൊന്ന് കിടക്കാൻ തുനിഞ്ഞതും പെട്ടെന്നായിരുന്നു ആ മുറിയിലെ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് വന്നത്. കാർത്ത് കുളി കഴിഞ്ഞ് മുണ്ട് നെഞ്ചിന് മുകളിലെടുത്ത് തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി. ആ കാഴ്ച കണ്ട് അവൻ ആകെ പകച്ചു പോയിരുന്നു. തന്റെ ജീവിതത്തിൽ താൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ കാണുന്നത്. അവളും അപ്രതീക്ഷിതമായി ഗിരി അവിടെ കണ്ട് ഞെട്ടി നിന്ന് പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഒരു നിമിഷം രണ്ടാളും പരസ്പരം നോക്കിയെങ്കിലും അടുത്ത നിമിഷം ഗിരി താൻ അഴിച്ചെറിഞ്ഞ ആ ഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞിരുന്നു. ആ ഓട്ട നേരെ വരാന്തയിൽ ചെന്നാണ് അവൻ നിന്ന്. ആ നിമിഷം ശ്വാസം പോലും കിട്ടാത്ത അവൻ വലഞ്ഞോ എന്ന് പോലും അവന് തോന്നിപ്പോയിരുന്നു. അമ്മേ! ഗിരിയുടെ അറച്ച കേട്ട് അടുക്കളയിൽ നിന്ന് സരസ്വതി ടീച്ചർ വരാന്തയിലേക്ക് ഓടി. എന്താടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് കൂന്ന്? അമ്മ അരിശത്തിൽ ചോദിച്ചു. ഇവള് എന്തിനാ മുറി കയറിയത്? ഇപ്പൊ തന്നെ അവളോട് ഇറങ്ങിപ്പോകുമ്പറ. കുറച്ചു മുന്നേ ശാന്തമായ അകത്തേക്ക് പോയ ഗിരി ഇപ്പോൾ നിന്ന് തുള്ളുന്ന കണ്ട് അമ്മ മുഖം ചുളിച്ചു നോക്കി. അപ്പോഴേക്കും കാർത്ത് വസ്ത്രം മാറി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. ഗിരിയുടെ ആ വെപ്രാളം കണ്ട് അവൾക്കുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. മുറിയിൽ വെച്ച് അവൻ തന്നെ കണ്ട ആ നിമിഷത്തെ പകപ്പ് ഓട്ടോ ഒക്കെ അവളുടെ കണ്ണിൽ തെളിഞ്ഞു നിന്നു. ഗിരി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. ഇത്തവണ അവൾ ചുരിദാറൊക്കെ കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്നും അവനൊരു ആശ്വാസമായി തോന്നി. അവളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ചിരി അത് അവനെ വീണ്ടും ചൊടിപ്പിച്ചു. ചിരിക്കുന്നോടി നീ, നിനക്ക് നാളെല്ലാന്ന് എഴുതി എന്നെ ഓരോന്നും കാണിച്ചെന്നെ വശീകരിക്കാന്നൊന്നും കരുതണ്ട, ഒന്നും നടക്കില്ല. അവന്റെ ചാടിത്തുള്ളൽ കണ്ട അമ്മ കാർത്തുവിനെ നോക്കുമ്പോൾ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിക്കുന്നതാണ് അമ്മ കണ്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ച സരസ്വതി ടീച്ചർ അവസാനം ശാന്തമായി ഗിരിയുടെ അരികിലേക്ക് നടന്നു. ഗിരി, നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? നിന്റെ ഭാര്യ നിന്റെ മുറിയിലല്ലാതെ പിന്നെ എന്റെ മുറിയിലാണോ കയറേണ്ടത്? അമ്മയുടെ ചോദ്യം ഗിരിക്ക് അടിച്ചു പറിക്കും പോലെയാണ് അമ്മയെ നോക്കിയത്. ഭാര്യയോ? കോടതിയിൽ പോയി എഴുതി വെച്ചെന്ന് കരുതി ഇവളെന്റെ ഭാര്യയാണെന്ന് അമ്മയുടെ ആരാ പറഞ്ഞേ? അമ്മയുടെ വാശിക്ക് ഞാനിവിടെ കഴുത്തിൽ താലിയിട്ട് നിർത്തി ഇവളെ ഈ വീട്ടിൽ വാഴിക്കാന്ന് അമ്മ കരുതണ്ട. ഇപ്പൊ തന്നെ ഇവളോട് ഇറക്കി വിടണം. ഗിരി കട്ടായം പറയുമ്പോൾ സരസ്വതി ടീച്ചറുടെ ശബ്ദം കനത്തു. അത് പറ്റില്ല ഗിരി, അവൾ ഈ വീട്ടിൽ എന്റെ മരുമകളായിട്ട് പടികേറി വന്നവളാ. അതുകൊണ്ട് ആ മുറി മാറ്റുന്ന പ്രശ്നമില്ല. അമ്മേ! അമ്മയെന്നൊന്നും വിളിക്കണ്ട. ഏതായാലും ഇവളിപ്പോ നിന്റെ ഭാര്യയായി പോയി. ഇനി കുറച്ചാൾ രണ്ടാളും ഒരുമിച്ച് താമസിച്ച് നോക്ക്. എന്നും ഇങ്ങനെ തല്ലുകൂടി നടക്കാൻ പറ്റില്ലല്ലോ. താമസിച്ച് കഴിയുമ്പോൾ നിനക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ തോന്നിക്കോളും. അമ്മ അതും പറഞ്ഞ് കൂസല്ലാതെ അടുക്കളയിലേക്ക് തിരിഞ്ഞടന്നു. ഗിരിക്ക് എരിഞ്ഞു കയറി. ഗിരി എന്ത് ചെയ്യണമെന്നറിയാ പുകഞ്ഞു. അവൻ പള്ളിയടിച്ചോണ്ട് നിൽക്കുമ്പോൾ കാർത്തവൻ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. യാതൊരു കൂസലുമില്ലാതെ വീണ്ടും അവന്റെ മുറിയിലേക്ക് തന്നെ നടന്നു കയറുമ്പോൾ അവന് വിറഞ്ഞു കയറി. അവിടെ അവൻ അലറിക്കൊണ്ട് അവൾക്ക് പിന്നാലെ മുറിയിലേക്ക് പാഞ്ഞു. മുറിയിൽ കയറി അവൻ വാതിൽ വലിച്ചടച്ചു. കാർത്തവൻ ഞെട്ടിയിരുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവന്റെ കട്ടിൽ ചെന്നിരുന്നു. നീ എന്താടി കരുതിയത്? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ വീണു പോകുന്നോ? അവൻ അവിടെ അരിയിലേക്ക് ആഞ്ഞു നടന്നു. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല, വെറുപ്പാ എനിക്ക് നിന്റെ കുടുംബത്തോടും നിന്നോടും. എന്റെ ക്ഷമ പരീക്ഷിക്കാൻ വെറുതെ നിൽക്കരുത് നീ. കരി തൊള്ളിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴും കാർത്ത് ഒട്ടും കുലുക്കമില്ലാതെ കട്ടിൽ തന്നെ ഇരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്ത് ചെയ്തിട്ട ഗിരിയേട്ടാ? അമ്മ പറഞ്ഞ അനുസരിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരു നല്ല മരുമകളായ അതല്ലേ അതിന്റെ ഒരു മര്യാദ. കാർത്ത് ചിരി അടക്കി പിടിച്ച് പറയുമ്പോൾ ഗിരി ഉറഞ്ഞുള്ളി. മര്യാദയോ? നിനക്കോ? എന്റെ വീട്ടിൽ കയറി എനിക്കില്ലാത്ത മര്യാദ നീ കാണിക്കണ്ട. മര്യാദക്ക് ആ പായെടുത്ത് വരാതെ പോയി കിടന്നോ. കട്ടിൽ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ആൾക്ക് നേരെ എറിഞ്ഞുകൊണ്ടാവും പറയുമ്പോൾ കാർത്ത് ചിരി പിടിച്ചു വെച്ച് കൈകൾ കെട്ടി അവനെ തന്നെ നോക്കി. തുടരും.
ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.